പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 9 ഞായറാഴ്ച. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, കുടുംബത്തിന്റെ ഇന്നത്തെ കഴിച്ചിലിന് ആവശ്യമായ ദൈവ അനുഗ്രഹം ഈ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഇന്ന് കർത്താവെ, ഈ വ്യക്തി ആരാണോ ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത്, ആ വ്യക്തി, ആ ദൈവത്തിന്റെ മകള്, ദൈവത്തിന്റെ മകൻ, ഈ ദൈവത്തിന്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം, ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം, ആ വിഷയത്തിൽ ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴാ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശോനാമത്തിൽ കാഴ്ചവെക്കുന്നു. കഥ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിച്ച അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാനിടയാക്കി നന്ദി പറയുന്നു. കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ഈശോയെ. പല കാര്യങ്ങൾ പല ഇടങ്ങളിൽ പോയി ചെയ്യേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ചിലരെ കുർബാനയും കഴിഞ്ഞ പിന്നെ യാത്രയാണ്. ചിലർക്ക് നോൻപ് കാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു അവകാശം കൊടുക്കണമേ. നോൻപുകാലത്തിന്റെ ചൈതന്യം അനുസരിച്ചുകൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന വിഷയങ്ങൾ സെലക്റ്റീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്നതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വന്ന് അവരെ അതിനെ അതിജീവിക്കുവാനുള്ള നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബ വഴക്കുകൾ, സാഹചര്യങ്ങൾ, മറ്റു തരത്തിലുള്ള വിഷമതകൾ, അതിനേക്കാൾ ഉപരി കുടുംബത്തിന്റെ പല വിഷയങ്ങൾ, കമ്പനി ചെയ്യുന്നവരുണ്ട്, പ്രൊഫഷണലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, അങ്ങനെയുള്ളവരെല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുണ്ട്, ഏജൻസികളുണ്ട്, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ അവരേക്ക് ആവശ്യിക്കട്ടെ. കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്, അതിൽ പടലപ്പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ കൂട്ടവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട്, കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട്, അതിന് സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മനസ്സിൽ പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. വീട് നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വീട് സ്ഥലം ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട്, കർത്താവ് അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളിൽ കർത്താവ് വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠനങ്ങൾ പഠിച്ചിട്ട് അവരുടെ വിസ പഠനകാലം കഴിഞ്ഞപ്പോൾ എക്സ്പയർ ആകാൻ പോകുന്നു, അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല. അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ്, നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു, അവരെല്ലാവരും സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഭവനരഹിതരെ, വഴിയില്ലാത്തവരെ, സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്തവരെ, ഒരു തൊഴിലും കാണാത്തവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ മക്കൾ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പൊ പരീക്ഷക്കാലമാണല്ലോ, പരീക്ഷക്കാലമാണ്, അതുപോലെ പ്രാർത്ഥനാകാലമാണ്. കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വെച്ചിരിപ്പിക്കാൻ വേണ്ടി വരണത്. അപ്പം അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി, ഉടമ്പടി കാർഡ് കാണിച്ചാൽ. പക്ഷെ അത് അപ്ഡേറ്റ് ആയിരിക്കണം, പുതുക്കിയതായിരിക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ലോ. പണ്ട് ചിലർ ഇപ്പം പരീക്ഷക്കാരായപ്പോൾ പണ്ടെങ്ങോ ഉടമ്പടി ചെയ്തതാണ്, അവരതൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ ഉടമ്പടി ഉഴപ്പിയതാണ്. 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ലാതെ ക്യാൻസൽഡ് ആണ്. നിങ്ങൾക്ക് വേണേൽ പുതുക്കാം, പക്ഷേ ഹോൾ ടിക്കറ്റൊക്കെ വെച്ച് കിട്ടും. പക്ഷേ കൗൺസിലിങ്ങും മെസ്സേജൊന്നും നടക്കത്തില്ല. എന്താ പറയണമെന്ന് കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്യാൻസലായ ഉടമ്പടി എടുത്തുകൊണ്ട് വരും. അങ്ങനെയൊന്നും വരരുത്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്, അല്ലാതെ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ല. അതിനെ ബുദ്ധിബോധം ഇല്ലാത്ത ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറച്ച് പേര്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ. ദൈവത്തോട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് ചെയ്യുന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിച്ചോളാവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ് ഉടമ്പടി ജീവിതം. അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥനാകാലം, പരീക്ഷാക്കാലം പ്രാർത്ഥനാക്കാലമാണെന്ന് പറഞ്ഞാലും ചിലർ പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ എടുക്കും. പള്ളി വന്നിട്ട് പോലും ചാടിപ്പോയി മൊബൈൽ വരുമ്പോൾ ചാടി, അങ്ങനെ അവൻ പള്ളിയിൽ കുർബാനയിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം ആരോ ഒരു കടവാൻ പോകത്ത് അവനെ വിളിക്കും, കുറെ ചാടി പള്ളിയുടെ മുറ്റത്ത് വീഴും. ഇത് അവിടെ മൊബൈൽ എടുക്കും. അപ്പം അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണത്തെക്കാരെ ദോഷമേ ചെയ്യത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നീ വീട്ടിലാണ്ടിരിക്കണമെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ തപ്പിൽപ്പെടുകയത്തില്ല. നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ല. അതുകൊണ്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ നോക്കണം. അത് തമാശ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പറയാൻ പോണ വിഷയം അതൊന്നുമല്ല. ഐസയുടെ പുസ്തകം നമ്മൾ വായിക്കാം. ഐസയ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ഇതെന്ന് പറയുന്നത് നോൻപ് കാലം എന്നൊക്കെ അറിയാല്ല, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലമാണ്. പക്ഷെ ചില പ്രാർത്ഥനകൾ പാളിപ്പോകുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ലേ പോലെ പരവിചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വിശക്കുമെന്ന്. അതിന് ചില പിള്ളേർക്കും ഉണ്ട്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ റീല് കാണും. പരീക്ഷയ്ക്ക് പഠിക്കണേ, പേര് കോമഡി കണ്ട് ഇളിച്ചോണ്ടിരിക്കും, പിന്നെയും പഠിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് പഠിച്ചു നോക്കുമ്പോൾ
ഒന്നും ഓർക്കത്തില്ല. അതാണ് ഈ പറയണത്. എന്താണ് അവർ രണ്ടാമത് പറയുന്നത്? എന്താ പറയണത്? അതായത് അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും. സ്വപ്നം മാത്രമാണ്. ഈ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടയ്ക്ക് പഠിക്കുന്നതും എല്ലാം ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ്. കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേക്കുമ്പോൾ വിശക്കും. ബൈബിളിൻ്റെ രസം, എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളേ ഭയങ്കര രസം. നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരും ഇങ്ങോട്ട്. ഇപ്പം നീ ഏത് നിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. പ്രാർത്ഥനാ കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ഇപ്പം എനിക്കിങ്ങനെ പ്രാർത്ഥനയിൽ ഇപ്പോൾ കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ? കടലിൽ തിരച്ചിലുണ്ടാകത്തില്ലേ? അപ്പോൾ തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ പല വിചാരങ്ങളും മാറിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. മനസ്സിങ്ങനെ കടൽ പോലെ തെരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് എൻ്റെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മനസ്സാപഠനം ചൊല്ലും. ഞാനെങ്ങനെയാണ് പല വിചാരത്തിന് അതിജീവിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വികട ചിന്ത വന്നെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടുകയും അങ്ങനെ പാവം ചെയ്യുന്നവർ പൂർണ്ണകൃത്യം പാവം തന്നെയാണല്ലോ പല വിചാരം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അതെങ്ങനെ പാവമാകാതിരിക്കണേ? അപ്പം അതുപോലെ പ്രാർത്ഥന എന്ന് പറയുക നോൻപ് കാലം പ്രാർത്ഥനാക്കാലമാണ്. പക്ഷേ അതേസമയം തന്നെ പല വിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാപ്പറ എൻ്റെ ഈ സൂത്രം നല്ലതാണ്, എന്നെ സഹായിച്ചിട്ടുണ്ട് കുറേ. കാരണം പരവിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പരവിചാരം ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കണത് തന്നെ നമ്മൾ ആ 0 പോയിന്റിലേക്ക് ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടാകണം, അവയർനെസ് ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ജവമാനിലൊക്കെ അങ്ങനെ പല വിചാരം കൊണ്ടായിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനമായാലും പ്രാർത്ഥനയായാലും ഇത് ഈ പഠനത്തിനിടക്കും പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്സുകൾ, കോമഡികൾ, റീലുകൾ, വേറെ കണ്ടൻറ്റുകൾ, ആവശ്യമില്ലാത്ത പാട്ടിപ്പോയി തലയിടുക. ഞാൻ ഇവിടെ പഠിക്കുന്ന പിള്ളേരോട് എവിടെ വരുമ്പോൾ പറയും വീട്ടിൽ മമ്മിയും പപ്പയൊക്കെ കിടന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് തലയിട്ട് കൊടുക്കരുത്, നിങ്ങൾക്ക് പരീക്ഷക്കാലമാണ്, മര്യാദക്കിരുന്ന് പഠിക്കുക. അതാണ് പറയണത്. അങ്ങനെ പല വിചാരത്തിൽ പഠിക്കുകയാണെങ്കിലും പല കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും. എഴുന്നേൽക്കുമ്പോൾ തലയിലൊന്നും ഉണ്ടാകത്തില്ല. വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേക്കുന്നു. ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വിശന്ന വയറോട്ട് എഴുന്നേൽക്കും. അത് നോൻപ് കാലത്തെ പ്രാർത്ഥന എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. കാര്യം ഇതൊക്കെ അച്ഛൻ പറയണ മക്കളെ കേട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പല വിചാരം കൂടാതെ ഇരിക്കുക. ഈ മനസ്സാപ്പറിനെ എപ്പോഴും പഠിച്ചു വെക്കണം. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാകും. അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാത്തലിസിനെല്ലാം അറിയാം ഈ പ്രാർത്ഥന. മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അതിൽ ഒരു വരിയെങ്കിലും വായിച്ച്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ വേറെ ഈ മനസ്സാപ്പുറമല്ല വേറെ പ്രാർത്ഥനയുണ്ട്, ഡെലിവറൻസ് പ്രെയറുണ്ട്. അത് കുർബാനയിൽ ലത്തീൻ കുർബാനയിൽ ഡെലിവറൻസ് പ്രെയറുണ്ട്. അതെടുത്ത് ഞാൻ ചില പ്രാർത്ഥിക്കും. എന്താണ്? എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതൊരു പ്രാർത്ഥനയാണ്, ഡെലിവറൻസ് പ്രെയർ ആണത്. അത് ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഹൃത്ത് ഒരു 3 വരിയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങളത് എടുത്ത് വീണ്ടും എടുത്ത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കര ഡെലിവറസ് ലോഡ് ഫ്രം ദി ഹോൾ ഈവിൾ എന്നാണ്. അപ്പം ഡെലിവറൻസ് പ്രെയർ ആണത്. അപ്പം അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൂടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയ്ക്ക് മാറ്റണം. പഠനത്തിൻ്റെ ഇടയ്ക്കും ഇതുപോലെ പല വിചാരങ്ങളും ഫോണും മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണ മുമ്പ് ഈ പ്രാർത്ഥന 4 വരി പ്രാർത്ഥനകൾ ചെല്ലണം. ചെല്ലിട്ട് ഇതെല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപ് കാലവും നല്ലൊരു പരീക്ഷക്കാലവും നല്ലൊരു ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും, അതുപോലെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും, ജീവിതപരമായിട്ട് വിജയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.